രാമായണത്തിന്റെ മൂന്നാമത്തെ ദിവസം, മൂന്നാം ഭാഗം ആണ് ഇന്ന് നമ്മൾ ചെയ്യുന്നത്. സുമാജി, കഴിഞ്ഞ 2 ഭാഗങ്ങൾ കൊണ്ട് നമ്മൾ എന്തെല്ലാം കവർ ചെയ്തു? നമ്മൾ കഴിഞ്ഞു ഒരു മിനിറ്റ്, നമ്മള് കവർ ചെയ്ത് കഴിഞ്ഞ ഇപ്പൊ ഈ ക്ലാസ് അല്ലെ, കഴിഞ്ഞ ക്ലാസ് നമ്മുടെ എന്താ പറയാ, ഹെഡിങ് വായിക്കാൻ എളുപ്പം, പുത്രകാമേഷ്ടി, ആ യാഗം, അത് കഴിഞ്ഞ ശ്രീരാമന്റെ അവതാരം, അത് കഴിഞ്ഞിട്ട് നമ്മുടെ മഹർഷിയുടെ പേര് ഞാൻ എപ്പോഴും ഓർക്കലോ, അഗസ്ത്യ മഹർഷി അല്ല, അത് അഗസ്ത്യ മഹർഷി, വിശ്വാമിത്ര മഹർഷി ഇവിടെ ദശരഥ മഹാരാജാവിന്റെ അടുത്ത് വന്നിട്ട് രാമലക്ഷ്മണന്മാരെ ശസ്ത്രവിദ്യ പഠിപ്പിക്കാൻ, അതായത് രാക്ഷസന്മാരെ കൊന്ന് യാഗം തുടങ്ങാൻ വേണ്ടി വന്ന് കൊണ്ടുപോയി അവരെ അതേപോലെ താടകയെ കണ്ടു, താടകയെ കൊന്നു. തിരിച്ച് മഹാരാജാവിന്റെ ഗാന്ധീവം കുലയ്ക്കാൻ വേണ്ടി അങ്ങോട്ട് പോകും. അപ്പൊ ഇന്ന് നമ്മൾ കവർ ചെയ്യാൻ പോകുന്നത് എല്ലാം കഴിഞ്ഞു. അല്ല, കഴിയുമല്ല, അങ്ങോട്ട് പുറപ്പെടുകയാണ്. ഗാന്ധീവം, ജനക മഹാരാജാവിന്റെ കയ്യിൽ ഒരു ഗാന്ധീവമുണ്ട്. ആ ഗാന്ധീവം എടുത്ത് ഉയർത്തി കുലയ്ക്കുന്നവർക്ക് മാത്രമേ അദ്ദേഹത്തിന്റെ മകളെ വിവാഹം ചെയ്തു കൊടുക്കുകയുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം അവിടെ വരെ നമുക്ക് പോകാം എന്ന് പറഞ്ഞ് ശ്രീരാമചന്ദ്രനെ വിളിച്ചുകൊണ്ട് പോകുന്നു. ത്രേതായുഗത്തിന്റെ ഭഗവാന്റെ ഫസ്റ്റ് അവതാര ഉദ്ദേശം നിറവേറ്റുന്നു. അവിടെ അഹല്യക്ക്, ശ്രീരാമചന്ദ്രന്റെ ഭക്ത അഹല്യക്ക് മോക്ഷം കൊടുക്കുകയാണ് ആദ്യം ചെയ്യുന്നത്. അപ്പൊ ഇവിടെ ഏതാശ്രമത്തിലായിരുന്നു താമസിച്ചിരുന്നത്? സിദ്ധാശ്രമം. വിശ്വാമിത്ര മഹർഷിയുടെ കൂടെ സിദ്ധാശ്രമത്തിലായിരുന്നു താമസിച്ചിരുന്നത്. അപ്പൊ അവിടുന്ന് 3 ദിവസം അവിടെ തങ്ങി, 4ാമത്തെ ദിവസം അവിടുന്ന് തിരിക്കുകയാണ്. ഇപ്പം വൈദേഹ രാജ്യത്തേക്കാണ് പുറപ്പെടുന്നത്. അവിടുത്തെ രാജാവാണ് ജനക മഹാരാജാവ്. അപ്പം എല്ലാ ദിവസവും ജനക മഹാരാജാവ് ആ വിശിഷ്ടമായ വില്ല് ത്രയംബകം, ആ ത്രയംബകത്തെ പൂജിച്ചിട്ടേ ഭരണം തുടങ്ങുകയുള്ളൂ. മഹാദേവര് സമ്മാനിച്ചത് കൊണ്ട് മഹാദേവരുടെ സ്ഥാനം തന്നെയാണ് ആ വില്ലിന് കൊടുത്തിരിക്കുന്നത്. അങ്ങനെ ഒരു യജ്ഞം പോലെയാണ് ജനക മഹാരാജാവ് ആ വില്ലിനെ കാണുന്നതും പൂജിക്കുന്നതും എല്ലാം. അങ്ങനെ പോകും. അത് എടുക്കാൻ വേണ്ടിയിട്ടാണ്, അതെടുത്ത് പുല്ല് കുലയ്ക്കാൻ വേണ്ടിയിട്ടാണ് ശ്രീരാമചന്ദ്രനെ കൊണ്ട് വിശ്വാമിത്ര മഹർഷി പോകുന്നു. വിശ്വാമിത്ര മഹർഷിക്ക് സ്പഷ്ടമായിട്ട് അറിയാം ശ്രീരാമചന്ദ്രൻ ആരാണെന്ന്, അതുകൊണ്ടാണ് കൊണ്ടുപോകുന്നത്. അതുമല്ല, മറ്റുള്ള ആർക്കും അത് അറിയത്തില്ല. അങ്ങനെ വിശ്വാമിത്ര മഹർഷി പോകുന്ന വഴിക്ക്, രാമലക്ഷ്മണന്മാരെയും കൊണ്ട് പോകുന്ന വഴിക്ക് ഗൗതമ മഹർഷിയുടെ പുണ്യ ആശ്രമം വഴിയാണ് പോകുന്നത്. അവിടെ ഗൗതമ മഹർഷി താമസിച്ചിരുന്ന കാര്യങ്ങളും ഒക്കെ പറഞ്ഞു കൊടുക്കും. അപ്പൊ നല്ലൊരു പ്രദേശം, നല്ലൊരു മനോഹരമായ പ്രദേശമാണ്. ദിവ്യപുഷ്പങ്ങളും വൃക്ഷലതാദികളും ഒക്കെ നിറഞ്ഞു കിടക്കുന്ന ആ പ്രദേശം ദുഷ്ടജന്തുക്കളൊന്നുമില്ല. അവിടെ ഒരു കുളിർമയാണ്, ഒരു പരിമിതമാണ് അവിടെ കിട്ടുന്നത്. അവിടെ അവര് അഹല്യാദേവിയെ, ഗൗതമ മഹർഷി ശപിച്ച് അഹല്യാദേവിയെ, ഞാൻ പറയാം ഇടയ്ക്ക്, ഇതൊന്ന് മൊത്തം പറഞ്ഞിട്ട് ഞാൻ പറയാം. ഓക്കെ, അഹല്യാദേവിയെ ഞാൻ സ്പീഡിൽ ഒന്ന് പറഞ്ഞു തീർക്കട്ടെ. അഹല്യാദേവിക്ക് ശിലയാക്കുന്നുണ്ട്, ശാപം കിട്ടി ശിലയാവുന്നുണ്ട്. അപ്പം ആ കഥയെല്ലാം പറയും, ആ കഥയെല്ലാം നമുക്കറിയാം. അപ്പൊ അവിടെ ശ്രീരാമചന്ദ്രന്റെ അടുത്ത് വിശ്വാമിത്ര മഹർഷി അത് ഓർമ്മിപ്പിക്കും. അവിടെ ആ കഥ അവിടെ ഇന്ദ്രൻ വന്നു അല്ലേ? അതല്ലേ ഇന്ദ്രനല്ല, ഇന്ദ്രൻ ആ കഥയെല്ലാം നമുക്കറിയാം. അപ്പൊ ഇന്ദ്രൻ വന്ന് അഹല്യാദേവിയെ മോഹിക്കുന്നതും, ഗൗതമ മഹർഷിയുടെ വേഷത്തിൽ വന്ന് മോഹിക്കുന്നതും, പിന്നെ അഹല്യാദേവിയെ ചതിച്ചതുമെല്ലാം പറയുന്നുണ്ട്. അങ്ങനെ
ഗൗതമ മഹർഷി അഹല്യാദേവിയെ ശപിച്ചിട്ട് ഒരു ശിലയായി മാറി. പക്ഷെ ആ ശിലയ്ക്ക് ബോധമുണ്ടായിരുന്നു. ശ്രീരാമചന്ദ്രൻ വാമനാവതാരത്തില് വാമനദേവൻ മഹാബലിയെ എങ്ങനെ അനുഗ്രഹിക്കുന്നു അതേപോലെ തന്നെ ശ്രീരാമചന്ദ്രൻ ശ്രീരാമചന്ദ്രന്റെ തൃപ്പാദങ്ങൾ കൊണ്ട് ആ ശിലയിൽ സ്പർശിച്ച് അഹല്യാദേവിക്ക് മോക്ഷം കൊടുക്കുകയാണ്. അങ്ങനെ അഹല്യാദേവി ശ്രീരാമചന്ദ്രനെ വണങ്ങിയിട്ട് വീണ്ടും ഗൗതമ മഹർഷിയുടെ അടുത്തേക്ക് പോകുന്നുണ്ട്. അവിടുന്ന് വീണ്ടും വിശ്വാമിത്രനും രാജകുമാരന്മാരും വിദേഹരാജ്യത്ത് കടന്നു. അവിടെ വീണ്ടും ജനക മഹാരാജാവിന്റെ കൊട്ടാരത്തിലേക്ക് പ്രവേശിക്കുകയാണ്. അപ്പം ജനക മഹാരാജാവ് കാണുന്നത് നരനാരായണന്മാരെ പോലെ ശോഭിക്കുന്ന രാജകുമാരന്മാരെയാണ് കാണുന്നത്. അതേപോലെ ശോഭിക്കുകയാണ്. അപ്പം വിശ്വാമിത്ര രാജാവ് പറയും, വിശ്വാമിത്ര മുനി പറയും, ഇത് രാമലക്ഷ്മണന്മാരാണ്, എന്റെ യാഗരക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ കൂട്ടിക്കൊണ്ടുവന്നതാണ്. ദുഷ്ടന്മാരായ നിരവധി രാക്ഷസന്മാരെ അവർ കൊന്നു. പ്രത്യേകിച്ച് മായാവികളായ മാരീചനെയും സുബാഹുവിനെയും അമർച്ച ചെയ്തു. ഇനി തിരിച്ചു പോവുകയാണ്. അപ്പം അതിനു മുമ്പ് ഇവിടെയും കൂടി ഒന്ന് സന്ദർശിക്കാം, ആ ശൈവബാണം ഇവരെ കൂടി ഒന്ന് കാണിച്ചു കൊടുക്കാം എന്ന് ഞാൻ കരുതി. അപ്പം ജനക മഹാരാജാവിന് വളരെ സന്തോഷമായി. പിന്നെ വില്ല് രാജസന്നിധിയിലേക്ക് എത്തിച്ചു. അത് ചുമക്കാനായിട്ട് 500 പേര് വേണം, നിസാരമല്ല, അത്രയ്ക്കുണ്ട് ഭാരം. അപ്പം അതിനിടയിൽ വില്ല് കുഴച്ച അലത്തെ വ്യവസ്ഥകൾ ജനക മഹാരാജാവ് വിശ്വാമിത്രനെ ധരിപ്പിച്ചു. ജനകന്റെ മകളായ സീതാദേവി വളരെ സുന്ദരിയും സുശീലയുമാണ്. അപ്പം അവളെ ഒരു അവതാരമായിട്ടാണ് കരുതുന്നത്. എന്റെ സർവ്വ ഐശ്വര്യത്തിനും അവളാണ് കാരണക്കാരി എന്ന് ജനക മഹാരാജാവ് പറയാണ്. പണ്ട് നടത്തിയ യാഗവും യജ്ഞവും കൊണ്ട് കാർഷിക അഭിവൃദ്ധി ഉണ്ടായി. അന്ന് നിലമുഴുമ്പോൾ അവളെ കണ്ടു. ഉടവചാലിൽ ഒരു ദിവ്യ ശിശു, അതാണ് സീത. ഉടവചാലിൽ നിന്ന് ലഭിച്ചതിനാലാണ് അവൾ സീതയായത്. അവൾ വളർന്നു വലുതായി. പിന്നീടാണ് അറിഞ്ഞത് അവൾ മഹാലക്ഷ്മിയാണെന്ന്. ഒരു ഇത് കൂടി ഉണ്ട്, ഉഴവുചാലിൽ നിന്ന് കിട്ടിയ കാരണം സീതയ്ക്ക് അയോനിജ എന്നൊരു പേരുണ്ട്. അതെ. ഇപ്പം എവിടെയോ മഹാവിഷ്ണു അവതരിച്ചിട്ടുണ്ട് പോലും. ഇപ്പം ജനക മഹാരാജാവിന് ഇടയ്ക്കിടയ്ക്ക് ചില ദിവ്യബോധങ്ങൾ കിട്ടും, ഓർമ്മകൾ കിട്ടും. പിന്നെ മായക്കാഴ്ചകളുണ്ട്. ജനക മഹാരാജാവ് അത് മറഞ്ഞു പോവുകയും ചെയ്യും. പറയും, ആര് വില്ല് കുലച്ചാലും സീത അവനെ സ്വീകരിക്കും. ഇത്രയും മാഹാത്മ്യം ആ വില്ലിനുണ്ടെങ്കിൽ അത് കുലയ്ക്കുക തന്നെ. ശ്രീരാമന് ഒരു രസം തോന്നി, ആവേശം തോന്നി. വില്ലെത്തി. ശ്രീരാമൻ എഴുന്നേറ്റ് വസ്ത്രം അരയിൽ നോക്കിക്കെട്ടി വില്ല് പരിശോധിച്ചു. എല്ലാവരും നോക്കി നിൽക്കെ ഇടത് കൈകൊണ്ട് വില്ല് നിഷ്പ്രയാസം തൂക്കിപ്പിടിച്ച് ഞാൻ വലിച്ചു കെട്ടി. വലത് കൈകൾ കൊണ്ട് വലിക്കാൻ ശ്രമിച്ചു. പെട്ടെന്ന് വലിയൊരു ശബ്ദം, ഉഗ്രശബ്ദം. എല്ലാവരും പരസ്പരം നോക്കി എന്താണെന്നുള്ളത്. ഭൂമി പാതാളം മൊത്തം കിടുകിടെ വിറച്ചു. അവിടെ എല്ലാം ഈ ശബ്ദം മാറ്റിക്കൊണ്ടു. അപ്പോഴത്തേക്ക് ദേവതകൾ ആകാശത്ത് വന്നു, പുഷ്പവൃഷ്ടി നടത്തി. അപ്സരസുകള് നൃത്തം ചെയ്തു. വില്ല് ഒടിഞ്ഞു കഴിഞ്ഞു. ആ ശബ്ദമാണ് അവിടമെല്ലാം മുഖരിതമായത്. ശ്രീരാമൻ തല ഉയർത്തി നോക്കി. അതാ സീതാദേവി അരമനയിൽ നിന്ന് പതുക്കെ നടന്നു വരികയാണ്. കനകവർണ്ണമുള്ള സുന്ദരി, പട്ടുടുത്ത് ആഭരണങ്ങൾ അണിഞ്ഞ് തലകുനിച്ച് വർണ്ണമാല ഉയർത്തിപ്പിടിച്ച് ഒരൊറ്റ നിമിഷം സീതാദേവി നേരെ വന്നിട്ട് വേറൊന്നും ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ഒന്നും നോക്കിയില്ല. അങ്ങനെ ശ്രീരാമചന്ദ്ര ഭഗവാന്റെ കഴുത്തിൽ സീതാദേവി, സാക്ഷാ ലക്ഷ്മി ദേവി വർണ്ണമാല്യം അണിയുന്നതോടുകൂടി ഇന്നത്തെ 3ാമത്തെ ഭാഗം നമ്മൾ ഇന്ന് കവർ ചെയ്യും. മൊത്തം വായിച്ചു തീർക്കാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല, കാര്യം കുറെ ഭാഗങ്ങളുണ്ട്. ഇല്ലെങ്കിൽ നമുക്ക് കണ്ടിന്യൂഷൻ ആയിട്ട് അടുത്ത ആഴ്ച വായിക്കും. ഹരേ കൃഷ്ണ. പറഞ്ഞോളൂ, എന്താ പറഞ്ഞത്? ഹരേ കൃഷ്ണ. എനിക്ക് ചോദിക്കാനുള്ളതാണ്. അപ്പൊ ത്രയംബകവും പിനാകവും എന്താ വ്യത്യാസം എന്നുള്ളൊരു ചോദ്യമാണ്. ആർക്കെങ്കിലും അറിയാമെങ്കിൽ എനിക്കൊരു സംശയം. ത്രയംബകവും പിനാകം എന്താണ് കേട്ടിട്ടുള്ളത്? പിനാകം എന്ന് പറഞ്ഞിട്ട് ഇതേ സ്റ്റോറി തന്നെ, പക്ഷെ ഞാൻ ത്രയംബകത്തിന് പകരം പിനാകമായിട്ടാണ് ഞാൻ കേട്ടിരിക്കുന്നത്. അതുകൊണ്ടാണ്. സ്മിത മാതാജിയും സുമാജിയും നോക്കി വെക്കും. കാര്യം ഏറ്റവും കൂടുതൽ രാമായണം നോക്കിയിട്ടുള്ളത് സുമാജിയാണ്. ഓക്കെ, നോക്കി വെക്കും. അപ്പോഴത്തേനും നമുക്ക് നോക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് വായിച്ചു തുടങ്ങാം. ത്രയംബകം പിനാകം. ഓക്കെ,
സുമ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അഹല്യ മോക്ഷം നല്ല ശുഭസൂചകമായ ശ്ലോകത്തിലൂടെയാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. എന്നതു കേട്ടു വിശ്വാമിത്രനു മുര ചെയ്തു പന്നകശായി പരൻ തന്നോട് പരമാർത്ഥം കേട്ടാലും പുരാവൃത്തമെങ്കിലോ കുമാരവി വാട്ടമില്ലാതെ തപസ്സുള്ള ഗൗതമ മുനി ഗംഗാരോധസി നല്ലോരാശ്രമത്തിങ്കലത്ര മംഗളം വർദ്ധിച്ചിടും തപസാ വാഴും കാലം ലോകേശൻ നിജസുതയായുള്ളോരഹല്യയാം ലോകസുന്ദരിയായ ദിവ്യ കന്യകാരത്നം ഗൗതമ മുനീന്ദ്രനു കൊടുത്തു വിധാതാവും കൗതുകം പൂണ്ടു ഭാര്യ ഭർത്താക്കന്മാരായവർ ഭർത്തൃശുശ്രൂഷ ബ്രഹ്മചര്യാദി ഗുണങ്ങൾ കണ്ടെത്രയും പ്രസാദിച്ചു ഗൗതമ മുനീന്ദ്രനും തന്നുടെ പത്നിയോരഹല്യയോടു ചേർന്നു പർണശാലയിലെത്ര വസിച്ച ചിരകാലം വിശ്വമോഹിനിയായൊരഹല്യാരൂപം പൂണ്ടു രൂപം കണ്ടു ദുശ്ചവനനും കുസുമായുധവശനായാൻ ചെന്തുണ്ടി വായ്മലരും പന്തൊക്കെ മുലകളും ചന്തമേറിയിടും തുടക്കാമ്പും ആസ്വദിപ്പതിനെന്തൊരു കഴിവെന്നു ചിന്തിച്ചു ശതമുഖൻ ചെന്താർ ബാണാർത്തി കൊണ്ടു സന്താപം മുഴക്കയാൽ സന്തതം മനക്കാമ്പിൽ സുന്ദരഗാത്രി രൂപം ചിന്തിച്ചനങ്കാന്തനായി വന്നാനല്ലോ അന്തരാത്മനി വിഭൂന്തേന്ദ്രനും ഇതിനിപ്പോ അന്തരം കൂടാതെ ഒരന്തരമെന്തെന്നോർത്തു ലോകേശാത്മജ സുതനന്ദനനുടെ രൂപം നാഗനായകൻ കൈക്കൊണ്ടന്റെ യാമാദിയങ്ങൾ സന്ധ്യാവന്ദനത്തിനു ഗൗതമൻ പോയ നേരം അന്തരാ പുക്കാനുട ജാന്തരെ പരവശാൽ സുത്രാമാവഹല്യയെ പ്രാപിച്ചു സംഭ്രമം സത്വരം പുറപ്പെട്ട നേരത്തു ഗൗതമനും മിത്രൻ തന്നുദയമൊട്ടിയിലെന്ന് കണ്ടു ഭദ്രസന്ദേഹം ചെന്ന നേരത്തു കാണായി വന്നു വൃതാരാധിക്കു മുനിശ്രേഷ്ഠനെ ബലാലപ്പോൾ വിഗ്രസ്തനായത്രയും വേപത പൂണ്ടു നിന്നാൽ തന്നുടെ രൂപം പരിഗ്രഹിച്ചു വരുന്നവൻ തന്നെ കണ്ടതി കോപം കൈകൊണ്ടു മുനീന്ദ്രനും നില്ലുന്നില്ലാരാകുന്നതെന്തു ദുഷ്ടാത്മാവേ ചൊല്ലെന്നോടു നീയെല്ലാമേ പരമാർത്ഥം വല്ലാതെ മമരൂപം കൈകൊള്ളുവാനെന്തു മൂലം നിർലജ്ജനായ ഭവാനേതൊരു മഹാപാപി സത്യമെന്നോടു ചൊല്ലിടറിഞ്ഞേനല്ലോ തവ വൃത്താന്തം പറയായിൽ ഭസ്മമാക്കുമവനിപ്പോൾ ചൊല്ലിനാനതു നേരം താപസേന്ദ്രനെ നോക്കി സ്വർലോകാധിപനായ കാമകിങ്കരനകം വല്ലായ്മയെല്ലാം അകപ്പെട്ടിതു മൂഢത്വം കൊണ്ടെല്ലാം നിന്തിരുവടി പൊറുത്തുകൊള്ളേണമേ സഹസ്രഭകനായി ഭവിക്ക ഭവാനിനി സഹിച്ചിടുക ചെയ്ത ദുഷ്കർമ്മ ഫലമെല്ലാം താപസേശ്വരനായ ഗൗതമൻ ദേവേന്ദ്രനെ ശപിച്ചാശ്രമകം പുക്ക അപ്പോൾ അഹല്യയും വേപതു പൂണ്ടു നിൽക്കുന്നതു കണ്ടരുൾ ചെയ്തു താപസോത്തമനായ ഗൗതമൻ കോപത്തോടെ കഷ്ടമെത്രയും തവ ദുർവൃത്തം ദുരാചാരേ ദുഷ്ടമാനസേ തവ സാമർത്ഥ്യം നന്നുപാരം ദുഷ്കൃതമൊടുങ്ങുവാനിരുന്നു ചൊല്ലിടുവൻ നിഷ്കൃതിയായുള്ളൊരു ദുർധര മഹാവൃതം കാമകിങ്കിരി ശിലാരൂപവും കൈക്കൊണ്ടു നീ രാമപാദാംജം ധ്യാനിച്ചിവിടെ വസിക്കണം നീഹാരാതപ വായുവർഷാദികളും സഹിച്ചാഹാരാദികളേതും കൂടാതെ
ദിവാരാത്രം നാനാ ജന്തുക്കളൊന്നും ഇവിടെ ഉണ്ടായി വരാ കാനനദേശേ മതിയാശ്രമേ മനോഹരേ ഇങ്ങനെ പല ദിവസവത്സരം കഴിയുമ്പോൾ നിങ്ങളൊന്നുള്ളും രാമദേവനോ മനുജനും ശ്രീരാമ പദാംബോജ സ്പർശമുണ്ടായിടും നാൾ തീരും നിൻ ദുരിതങ്ങളെല്ലാം എന്നറിഞ്ഞാലും പിന്നെ നീ ഭക്തിയോടെ പൂജിച്ചു വഴി പോലെ നന്നായി പ്രദക്ഷിണം ചെയ്തു കുമ്പിട്ടു കൂപ്പി നാഥനെ സ്തുതിക്കുമ്പോൾ ശാപമോക്ഷവും വന്നു ഭൂതമാനസയായാൽ എന്നെയും ശുശ്രൂഷിക്കാം എന്നരുൾ ചെയ്തു മുനി ഹിമവൽ പാർശ്വം പൂക്കാൻ അന്നു തൊട്ടിവിടെ വാനീടിനാളകല്ലയും നിന്തിരുമലരടി ചെന്തളിർ പൊടിയേൽപ്പാൻ എന്തൊരു കഴിവെന്നു ചിന്തിച്ചുള്ളിൽ സന്താപം പൂണ്ടു സന്തതം വസിക്കുന്നു സന്തോഷ സന്താനമേ ചിന്താമണി ആരാലും കണ്ടുകൂടാതൊരു പാഷാണിക്കിയായി ഘോരമാം തപസോടും ഇവിടെ വസിക്കുന്ന ബ്രഹ്മനന്ദനായ ഗൗതമഭക്തിയുടെ കൽമശേഷവും നിന്നുടെ പാദങ്ങളാൽ ഉന്മൂലനാശം വരുത്തിയിടണമെന്നു തന്നെ നിർമ്മലയായി വന്നിടും അഹല്യാദേവി എന്നാൽ ഗാദിനന്ദനൻ ദാശരഥിയോടേവം പറഞ്ഞാശു തൃക്കയും പിടിച്ചുട ജാങ്കണം പൂക്കാൻ. ഈ ഗാദിനന്ദനൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇവരാണ് അല്ലെ. ഗാദിനന്ദനൻ എന്ന് പറഞ്ഞ അദ്ദേഹം വിശ്വാമിത്രന്റെ അച്ഛനാന്ന് പറയും. വിശ്വാമിത്ര മഹർഷിയുടെ അല്ലേ. ഉഗ്രമാം തപസോട് വിരിക്കും ശിലാരൂപമഗ്രേ കാണ്യെന്നു കാട്ടിക്കൊടുത്തു മുനിവരൻ ശ്രീപാദാംബുജം മെല്ലെ വച്ചിതോ രാമദേവൻ. ശ്രീപതി രഘുപതി സൽപതി ജഗൽപതി രാമോഹമെന്ന് പറഞ്ഞാമോദം പൂണ്ടുനാഥൻ കോമളരൂപൻ മുനിപത്നിയെ വണങ്ങിനാൻ. അന്നേരം നാഥൻ തന്നെ കാണായിതഹല്യയ്ക്കും വന്നൊരാനന്ദമേതും ചൊല്ലാവതല്ലയല്ലോ. താപസശ്രേഷ്ഠനായ കൗശിക മുനിയോടും താപസഞ്ചയം നീങ്ങുമാറും സോദരനോടും ശാപനാശനകാരനായൊരു ദേവൻ തന്നെ ശാപബാണങ്ങളോടും പീതമാം വസ്ത്രത്തോടും ശ്രീവത്സവക്ഷത്തോടും സുസ്മിത വക്ത്രത്തോടും ശ്രീവാസാംബുജകല സന്നിപ നേത്രത്തോടും വാസവനീല മണി സംകാശഗാത്രത്തോടും വാസവാദ്യ മൗരകവന്ദിത പാദത്തോടും 10 ദിക്കിലുമൊക്കെ നിറഞ്ഞ കാന്തിയോടും ഭക്തവത്സലൻ തന്നെ കാണായിതഹല്യയ്ക്കും തന്നെ ഭർത്താവായ ഗൗതമ തപോധനൻ തന്നോട് മുന്നമൊരു ചെയ്തതുമോർത്തോളപ്പോൾ നിർണയം നാരായണൻ താനിതു ജഗന്നാഥ അർണോജല വിലോചനൻ പത്മജാ മനോഹരൻ ഇത്തമാത്തിനി ചിന്തിച്ചുത്ഥാനം ചെയ്തു ഭക്ത്യാ സത്വരമർക്കാദികൾ കൊണ്ടു പൂജിച്ചിരുന്നാൾ. സന്തോഷാശുക്കളോടുകീടും നേത്രങ്ങളോടും സന്താപം തീർന്നു ദണ്ഡ നമസ്കാരവും ചെയ്താൽ കാമ്പിങ്കലേറ്റം വർദ്ധിച്ച ഭക്തിയോടും ഉത്ഥാനം ചെയ്തു മുകുലഞ്ജലി ബന്ധത്തോടും വ്യക്തമായൊരു പുളകാഞ്ചിത ഗാത്രത്തോടും വ്യക്തമല്ലാതെ വന്ന ഗദ്ഗദവർണ്ണത്തോടും അദ്വയൻ ആയോര് അനാദ്യ സ്വരൂപനെ കണ്ട് അദ്വയൻ ആയോര് അനാദ്യ സ്വരൂപനെ കണ്ട് അദ്വയനായൊരു അനാദ്യ സ്വരൂപനെ കണ്ടു സദ്യോജാതാനന്ദാബ്ധിമഗ്നയായി സ്തുതി ചെയ്താൽ. ഇത്രയും മനസ്സിലായോ? ഇല്ലേ? ഇത്രയും മനസ്സിലായി എന്തൊക്കെയാണെന്നുള്ളത്. അഹല്യസ്തുതി സ്മിതമാതയ്ക്ക് വായിക്കാൻ പറ്റുമോ? അത് ചോദിച്ചോളൂ.
പ്രഭു 2 ലൈൻ വായിക്കാം. വായിച്ചോളൂ, 2 ലൈൻ വായിച്ചോളൂ, 2 ലൈനെങ്കിലും വായിക്കണം, വായിച്ചോളൂ. ഞാനാഹോ കൃതാർത്ഥയായേൻ ജഗന്നാഥ, നിന്നെ കാണാനായി വന്നതു മൂലമത്രയുമല്ല ചൊല്ലാം. പത്മജരുദ്രാദി കളാലപേക്ഷിതം പാദപത്മ സംലഗ്ന പാം എനിക്കല്ലോ സിദ്ധിച്ചു ഭവൽ പ്രസാദാതി അതിരേകത്താൽ എന്നുമോ ബഹുകൽപകാലം ആരാധിച്ചാലും. ഹരേ കൃഷ്ണ. ചിത്രമെത്രയും തവ ചേഷ്ടിതം ജഗൽപദേ, മർത്യഭാവേന വിമോഹിപ്പിച്ചിട്ടു നിന്നദേവം. ആനന്ദമയനായോ രതിമായികൻ പൂർണ്ണൻ, ന്യൂനാതിരേക ശൂന്യന ചലനല്ലോ ഭവാന്. വൽപാദാംബുജപാം സുപവിത്രാ ഭാഗീരഥി, സർപ്പഭൂഷണ വിരിഞ്ചാദികളെല്ലാവരെയും ശുദ്ധമാക്കിയിടുന്നതും സ്വൽപ്രഭാവത്താലല്ലോ. സിദ്ധിച്ചേനല്ലോ ഞാനും സ്വൽപാദ സ്പർശനമിപ്പോൾ, പണ്ടു ഞാൻ ചെയ്ത പുണ്യമെന്തു വർണ്ണിപ്പതു. വൈകുണ്ഠ തൽകുണ്ഡാത്മനാം ദുർലഭമൂർത്തേ വിഷ്ണു, മർത്യനായി അവതരിച്ചൊരു പുരുഷം ദേവം, ചിത്തമോഹിനം രമണീയ ദേഹിനം രാമം. ഹരേ കൃഷ്ണ. വെരി ഗുഡ്, വെരി ഗുഡ്. ഇത്രയും വായിച്ചില്ലേ സുമാജി? ഇല്ലേ? ഇത്രയും വായിച്ചില്ലേ? ഇതേ ട്രൈ ചെയ്തോളൂ. അയ്യോ, ഞാനായിരിക്കും ഏറ്റവും മോശമായിട്ട് വായിച്ചോളൂ. മർത്യനായൻ അവതരിച്ചൊരു വായിച്ചു. നിത്യമവ്യയം ഭജിച്ചിടുന്നേൻ ഇനി നിത്യം, ശുദ്ധമത്ഭുത വീര്യം സുന്ദരം ധനുർധരം. ഇതിനെ പറ്റി തത്വമദ്വയം സത്യസന്ധമാന്ത്യ ആദ്യന്തഹീനം നിത്യമവ്യയം ഭജിച്ചിടുന്നേനിനി നിത്യം, ഭക്തൈവ മറ്റാരെയും ഭജിച്ചിടുന്നേനില്ല. യാതൊരു പാദാംബുജം ആരായുന്നിതു വേദം. യാതൊരു നാഭിതന്നിലുണ്ടായി വിരിഞ്ചനും, യാതൊരു നാമം ജപിക്കുന്നിത് മഹാദേവൻ. ചേതസ തൽസ്വാമിയെ ഞാൻ നിത്യം വണങ്ങുന്നേൻ. നാരദ മുനീന്ദ്രനും ചന്ദ്രശേഖരൻ താനും ഭാരതീരമണനും വായിച്ചോളൂ. എന്റെ മീനിങ് തന്നെ മാറിപ്പോയി. ഭാരതീ രമണനും ഭാരതി ദേവി താനും ബ്രഹ്മലോകത്തിങ്കൽ നിന്നന്വഹം കീർത്തിക്കുന്നു. കൽമഷഹരം രാമചരിതം രസായനം. കാമരാഗാദികൾ തീർന്നാനന്ദം വരുവാനായി രാമദേവനെ ഞാനും ശരണം പ്രാപിക്കുന്നേൻ. ഹരേ കൃഷ്ണ. ഓക്കെ, സുമാജി കണ്ടിന്യൂ ചെയ്യോളൂ. ആദ്യൻ അദ്വയൻ ഏകൻ അവ്യക്തൻ അനാകുലൻ. വായിച്ചോളൂ. എന്ത് രസമാണ് അഹല്യാദേവി സ്തുതിക്കുന്നത്, എന്ത് രസമാണത്.
അതെ, ഒന്നുകൂടി ആ ലൈൻ ഒന്നുകൂടി പറയുമ്പോ ആദ്യൻ, അദ്വയൻ, അനദ്വയൻ, അനേകൻ, അവ്യക്തൻ, അനാകുലൻ. ആദ്യൻ അനദ്വയൻ, അദ്വയൻ. ആദ്യൻ, അദ്വയൻ, ആദ്യൻ ആദി പുരുഷനാണെന്ന് നമ്മൾ പറയാറില്ല. ഈശ്വര പരമകൃഷ്ണ സച്ചിദാനന്ദ വിഗ്രഹ അനാദിരാതിർ ഗോവിന്ദ സർവകാരണ കാരണം. അപ്പൊ അഹല്യാദേവി അതേപോലെ ചതുർഭുജബാഹുവായ വിഷ്ണുവിനെ കാണുകയാണ്. ആദ്യൻ, അദ്വയൻ, അനേകൻ, അവ്യക്തൻ, അനാകുലൻ, വേദ്യനെല്ലാരും എന്നാലും വേദാന്ത വേദ്യൻ, പരമൻ, പരാപരൻ, പരമാത്മാവോ പരൻ, പരബ്രഹ്മാഖ്യൻ, പരമാനന്ദമൂർത്തിനാഥൻ, പുരുഷൻ, പുരാതനൻ, കേവല സ്വയം ജ്യോതി, സകല ചരാചര ഗുരുകാരുണ്യമൂർത്തി, ഭുവന മനോഹരമായൊരു രൂപം പൂണ്ടു ഭുവനത്തിങ്കൽ അനുഗ്രഹത്തെ വരുത്തുവാൻ അങ്ങനെയുള്ള രാമചന്ദ്രനെ സദാകാലം തിങ്ങിന ഭക്ത്യാ ഭജിച്ചിടുന്നേൻ മനസ്സിനാൻ, സ്വതന്ത്രൻ പരിപൂർണാനന്ദാത്മാരാമ ആത്മാരാമൻ അതന്ത്രൻ നിജമായ ഗുണബിംബിതനായി ജഗദ്ഭുവസ്ഥിതി സംഹാരാദികൾ ചെയ്യുവാൻ അഖണ്ഡൻ ബ്രഹ്മ വിഷ്ണു രുദ്രനാമങ്ങൾ പൂണ്ടു വേദരൂപങ്ങൾ കൈകൊണ്ടൊരു നിർഗുണമൂർത്തി, വേദാന്ത വേദ്യൻ മമ ചേതസി വസിക്കേണം. രാമ രാഘവ പാദാപങ്കജം നമോസ്തുതേ, ശ്രീമയം ശ്രീദേവി പാണിദ്വയം പത്മാർച്ചിതം, മാനഹീനന്മാരാം മാനാർത്ഥം മുന്നിലകമക്രാന്ത ജഗത്രയം, ബ്രഹ്മാവിൻ കരങ്ങളാൽ ക്ഷാളിതം പത്മോപമം, നിർമ്മലം ശംഖചക്ര കുലിശമത്സ്യാങ്കിതം, മന്മനോനികേതനം കൽമഷവിനാശനം, നിർമ്മലാത്മാനം പരമാസ്പദം നമോസ്തുതേ. ജഗദാശ്രയൻ ഭവാൻ ജഗതായതും ഭവാൻ, ജഗദാമാദിഭൂതനായതും ഭവാനല്ലോ, സർവഭൂതങ്ങളിലും അസക്തനല്ലോ ഭവാൻ, നിർവികാരാത്മാ സാക്ഷിഭൂതനായതും ഭവാൻ, അജന്നവ്യയൻ ഭവാനി ജഗൻ നിരഞ്ജനൻ, വചസാം വിഷയമല്ലാതൊരാനന്ദമല്ലോ, വാചഗോപയ വേദേന ജഗന്മയൻ, വാച്യനായി വരേണമേ വാക്കിനു സദാ മമ, കാര്യകാരണ കർത്തൃ ഫലസാധന ഭേദം മായയാ ബഹുവിധ രൂപയാ തോന്നിക്കുന്നു, കേവലമെന്നാകിലും നിന്നിരുവടിയതു സേവകന്മാർക്കു പോലും അറിവാനരുതല്ലോ. തന്മായാ വിമോഹിത ചേതസാമഞ്ജനാനിനം, ത്വന്മഹാത്മ്യങ്ങൾ നേരെ അറിഞ്ഞുകൂടായല്ലോ, മാനസേ വിശ്വാത്മാവാം നിന്നിരുവടി തന്നെ മാനുഷനെന്നു കൽപ്പിച്ചിടുവോരജ്ഞാനികൾ, പുറത്തും അകത്തും എല്ലാടവുമൊക്കെ നിറഞ്ഞിരിക്കുന്നതു നിത്യം നിന്തിരുവടിയല്ലോ, ശുദ്ധനദ്വയൻ സമൻ നിത്യൻ നിർമ്മലനേകൻ, ബുദ്ധനവ്യക്തൻ ശാന്തൻ സംഗൻ നിരാകാരൻ, സത്വാദി ഗുണത്രയുക്തയാം ശക്തിയുക്തൻ, ശാന്തൻ അസംഗൻ, ബുദ്ധൻ അവ്യക്തൻ ഭഗവാനെ വന്ദിക്കുകയാണ്, സ്തുതിക്കുകയാണ്. ശുദ്ധനാണ്, അദ്വയനാണ്, സമനാണ്, നിത്യനാണ്, നിർമ്മലനാണ്, ഏകനാണ്, ബുദ്ധനാണ്, അവ്യക്തനാണ്, ശാന്തനാണ്, അസംഗനാണ്, നിരാകാരനാണ്. സത്വാദി ഗുണത്രയുക്തയാം ശക്തിയുക്തൻ, സത്വങ്ങളുള്ളിൽ വാഴും ജീവാത്മാവായ നാഥൻ, ഭക്തനാം മുക്തിപ്രദൻ, യുക്തനാം യോഗപ്രദൻ,
സത്തനാം മുക്തിപ്രദൻ സിദ്ധനാം സിദ്ധിപ്രദൻ തത്വാധാരാത്മദേവൻ സകല ജഗന്മയൻ തത്വജ്ഞൻ നിരുപമൻ നിഷ്കളൻ നിരഞ്ജനൻ നിർഗുണൻ നിശ്ചഞ്ചലൻ നിർമ്മലൻ നിരാധാരൻ നിഷ്ക്രിയൻ നിഷ്കാരണൻ നിരഹങ്കാരൻ നിത്യൻ സത്യജ്ഞാനാനന്ദാനന്ദമൃത ആത്മകൻ പരൻ സത്താ മാത്രാത്മാ പരമാത്മാ സർവാത്മാ വിഭൂ സച്ചിൽ ബ്രഹ്മാത്മാ സമസ്തേശ്വരൻ മഹേശ്വരൻ അച്യുതനാദിനാഥൻ സർവവിദേവതാമയൻ നിന്തിരുവടിയായത്രയും മൂഢാത്മാവായി അന്ധയായുള്ളോരു ഞാൻ എങ്ങനെ അറിയുന്നു നിന്തിരുവടിയുടെ തത്വമെന്നാലും ഞാനോ സന്തതം ഭൂയോ ഭൂയോ നമസ്തേ നമോ നമഃ യത്ര കുത്രാപി വസിച്ചിടിലുമെല്ലാ നാളും പൊൽത്തളിരടികളിൽ ഇളക്കം വരാതൊരു ഭക്തിയുണ്ടാക വേണമെന്നൊളിഞ്ഞ പരം ഞാനർത്തിച്ചിടുന്നേനില്ല നമോസ്തുതി നമസ്തേ നമോ നമഃ നമസ്തേ നമോ നമഃ നമസ്തേ രാമ രാമ പുരുഷാധ്യക്ഷ വിഷ്ണു നമസ്തേ രാമ രാമ ഭക്തവത്സല രാമ നമസ്തേ ഋഷികേശ രാമ രാഘവ രാമ നമസ്തേ നാരായണ സന്തതം നമോസ്തുതേ സമസ്ത കർമാർപ്പണം ഭവതി കരോമി ഞാൻ സമസ്ത അപരാധം ക്ഷമസ്വ ജഗൽപദേ ജനന മരണ ദുഃഖാപഹം ജഗന്നാഥം ദിനനായക കൂടി സദൃശ പ്രഭം രാമം കരസാരസയുഗ സുദൃശ ശരചാപം കരുണാകരം കാളജലദാഭാസം രാമം കനകരുചിര ദിവ്യാംബരം രമാവരം കനകോജലരത്നകുണ്ടലാഞ്ജിതഗണ്ഡം കമലദലോല വിമല വിലോചനം കമലോദ്ഭവനദം മനസാ രാമമീഡേ പുരതിസ്ഥിതം സാക്ഷാദീശ്വരം രഘുനാഥം പുരുഷോത്തമം കൂപ്പി സ്തുതിച്ചാൽ ഭക്തിയോടെ ലോകേശാത്മജയാം അഹല്യതാനും പിന്നെ ലോകേശ്വരാനുജ്ഞയാ പോയതു പവിത്രയായി ഗൗതമനായ തന്റെ പതിയെ പ്രാപിച്ചുടനാദിയും തീർത്തു വസിച്ചിടാനഹല്യയും സ്തുതി ഭക്തിയോടെ ജപിച്ചിടുന്നു കുമാൻ ശുദ്ധനായ അഖില പാപങ്ങളും നശിച്ചുടൻ പരമം ബ്രഹ്മാനന്ദം പ്രാപിക്കുമത്രയല്ല വരുമൈഹിക സൗഖ്യം മനുജന്മാർക്കു നൂനം ഭക്യാനാഥനെ കൃതി സന്നിധാനം ചെയ്തുകൊണ്ട് ഈ സ്തുതി ജപിച്ചീടിൽ സാധിക്കും സകലവും പുത്രാർത്ഥി ജപിക്കലോ നല്ല പുത്രന്മാരുണ്ടാം അർത്ഥാർത്ഥി ജപിച്ചീടിൽ അർത്ഥവുമേറ്റമുണ്ടാം ഗുരുകൽപകൻ കനകസ്ഥേയി സുരാപായി ധരണീ സുരഹന്ത പിതൃമാത്രാഹ ഭോഗി പുരുഷാധനമേറ്റമെങ്കിലും അവൻ നിത്യം പുരുഷോത്തമം ഭക്തവത്സലം നാരായണം ചേതസി രാമചന്ദ്രൻ ധ്യാനിച്ചു ഭക്ത്യാ ജപിച്ചാദരാൽ വണങ്ങുകിൽ സാധിക്കുമല്ലോ മോക്ഷം സദൃത്തനെന്നായിടിൽ പറയണമോ മോക്ഷം സദ്യ സംഭവിച്ചിടും സന്ദേഹമില്ലേതും വിശ്വാമിത്രനും പരമാനന്ദം പ്രാപിച്ചപ്പോൾ വിശ്വനായകൻ തന്നോടി വണ്ണമരുൾ ചെയ്താൻ. ഹരേ കൃഷ്ണ. നമുക്ക് ഇന്ന് ഇവിടെ വരാം. സീതാ സ്വയംവരം ധൃതി പിടിക്കണ്ട. ഇവിടെ കുറച്ച് കാര്യങ്ങൾ ഇനി പറയാനുള്ളത് പ്രത്യേകിച്ച് സുമാജിക്ക് വേണ്ടിയിട്ടാണ്. അതായത് മൂന്നാമത്തെ ദിവസം സുമാജിയുടെ അടുത്ത് പ്രഭാഷണം ചെയ്യാൻ പറയുമ്പോൾ ഇത്രയും നമ്മളൊരു ഏകദേശ റിവ്യൂ പറഞ്ഞു. ആ റിവ്യൂ പറഞ്ഞു ഇത്രയാണ് നമ്മൾ ഈ കഥകള് ഈ ഭാഗം നമ്മൾ കേട്ടത്. ഇനി രണ്ട് അഹല്യയുടെ ആ സ്തുതി
ആ സ്തുതി തന്നെ വായിക്കുന്നത് കൊണ്ട് നമുക്ക് നമ്മുടെ എല്ലാ പാപങ്ങളും നശിക്കും എന്ന് മാത്രമല്ല, നോക്കൂ, നമ്മുടെ മുന്നിൽ ഭഗവാൻ വന്നു കഴിഞ്ഞാൽ ഇത്രയധികം വരികൾ നമുക്ക് പറയാൻ പറ്റുമോ? അത്രയും ഭക്തി അഹല്യയുടെ ഉള്ളിൽ ഉണ്ടായത് കൊണ്ടാണ് ഇത്രയധികം ഭഗവാനെ സ്തുതിക്കാൻ സാധിച്ചത്. അപ്പം നമുക്ക് ഇത്രയും വരികൾ സ്തുതിക്കാൻ പറ്റത്തില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ഈ വരികൾ കടമെടുത്ത് എന്നും ഭഗവാനെ ഇത് അങ്ങോട്ട് സ്തുതിക്കണം. ഭഗവാനെ, നമ്മുടെ എല്ലാ പാപങ്ങളും പോകും. മറ്റൊരു ജ്യോതിഷവും നോക്കേണ്ട ആവശ്യമില്ല. ഭക്തിയോടെ, അതായത് പഥ്യത്തോടെ ഹരേ കൃഷ്ണ മഹാമന്ത്രം ജാമമന്ത്രം ജപിച്ച് ഈ അഹല്യാസ്തുതി ചൊല്ലുന്നവർക്ക് പുത്രദുഃഖം മാറും, പുത്രനില്ലാത്തവർക്ക് പുത്രനെ കിട്ടും. പിന്നെയും പറയുന്നുണ്ട്, എന്താ പറയുന്നത്? അർത്ഥമില്ലാത്തവർക്ക് അർത്ഥം കിട്ടും. ഇതൊക്കെ ഇത്രയും അധികം വിശിഷ്ടമാണ്. അതായത് ചതുർഭുജബാഹുവായ സാക്ഷാൽ വിഷ്ണുവാണ് അഹല്യാദേവിയുടെ മുന്നിൽ വരുന്നത്. അഹല്യാദേവി സ്തുതിക്കുകയാണ്. സാക്ഷാൽ മഹാദേവൻ സ്തുതിക്കുന്ന ആ പ്രഭു, അങ്ങ് എന്റെ മുന്നിൽ വന്നല്ലോ, ശംഖ് ചക്ര ഗദാ പത്മവും ആയിട്ടാണ് വരുന്നത്. ഇതിനെക്കുറിച്ച് വീണ്ടും ബ്രഹ്മസംഹിതയെ കോട്ട് ചെയ്യണം. ബ്രഹ്മസംഹിതയെ പറയുകയാണ്, ഇതേ രീതിയിലാണ് പറയുന്നത്. അദ്വൈതമച്യുതം. ബ്രഹ്മസംഹിതയിലെ 33-ാമത്തെ ശ്ലോകം പറയാണ്, 5-ാമത്തെ ചാപ്റ്ററിലെ 33-ാമത്തെ ശ്ലോകം പറയാണ്, അദ്വൈതമച്യുതമനാദിം അനന്തരൂപം. ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്യാം. ശരിക്കും ആ സ്തുതി എന്ന് പറയുന്നത് നമസ്തേ രാമരാമ പുരുഷാധീശ വിഷ്ണു അത് തൊട്ടല്ലേ പ്രഭു? അതെ, അതുവരെ അഹല്യാദേവി ഭഗവാനെ കാണുന്ന രൂപമാണ് പറയുന്നത്. എന്നിട്ട് സാഷ്ടാംഗം വീഴുകയാണ്, വീണിട്ട് പറയാണ്. അപ്പം അതേ സ്തുതിയാണ് ബ്രഹ്മാവ്. ഇതേപോലെ അദ്വൈതമച്യുതമനാദിം അനന്തരൂപം ആദ്യം പുരാണം പുരുഷം. ഇത് തന്നെയല്ലേ അഹല്യാദേവി പറഞ്ഞത്? ആദ്യൻ, അനന്യൻ, അവ്യയൻ, ഏകൻ, പരമാത്മൻ, ആത്മാരാമൻ, ഇതല്ലേ പറയുന്നത്. അപ്പം ഭഗവാനെ വർണ്ണിക്കുകയാണ്. അപ്പം അദ്വൈതമച്യുതം അനന്തം അനാദിം അനന്തരൂപം ആദ്യം പുരാണ പുരുഷം നവയൗവനം ച. എപ്പോഴും ചെറുപ്പമാണ്. നവയൗവനം ച ഭേദേഷു ദുർലഭം അതുർലഭം ആത്മഭക്തോ ഗോവിന്ദമാദിപുരുഷം തമഹം ഭജാമി. ദിവസവും നമ്മുടെ പ്രാർത്ഥനകളിൽ ഈ ശ്ലോകം അങ്ങോട്ട് ഉൾപ്പെടുത്തണം. അങ്ങനെയുള്ള ഗോവിന്ദനെ ഞാൻ ഭജിക്കുന്നു എന്ന് പറഞ്ഞാൽ ഭഗവാൻ അവിടുന്ന് ഇറങ്ങി വരും. യാതൊരു സംശയമില്ല കാര്യത്തില്. അദ്വൈതമച്യുതമനാദിം അനന്തരൂപം ആദ്യം പുരാണം പുരുഷം നവയൗവനം ച വേദേഷു ദുർലഭം അതുർലഭം ആത്മഭക്തോ ഗോവിന്ദമാദിപുരുഷം തമഹം ഭജാമി. സ്മിതമായി എന്റെ ട്രാൻസ്ലേഷൻ ഒന്ന് വായിച്ചോളൂ. Hare Krishna. Translation by Srila Prabhupada. I worship Govinda, the primeval Lord, who is inaccessible to the Vedas, but obtainable by pure, unalloyed devotion of the soul, who is without a second, who is not subject to decay, is without a beginning, whose form is endless, who is the beginning, and the eternal Purusha, yet he is a person possessing the beauty of blooming youth. അങ്ങനെയുള്ള ഗോവിന്ദനെ, ആദ്യമില്ല അവസാനമില്ല ഒന്നുമില്ല, അങ്ങനെയുള്ള ഗോവിന്ദനെ, ആ പരമപുരുഷനെ ഞാൻ. ഹരേ കൃഷ്ണ. നെറ്റ് ട്രബിള് വരുന്നുണ്ട്. അങ്ങനെയുള്ള പുരുഷനെ, ആ ഗോവിന്ദനെ ഞാൻ പ്രണമിക്കുന്നു. ഇപ്പൊ ഇതില് വേറെ വീണ്ടും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന മറ്റൊരു കാര്യം, ഭഗവാന് മാത്രമേ ആ വില്ല് കുലയ്ക്കാൻ പറ്റുകയുള്ളൂ. അതിസാഹസികമായ കാര്യങ്ങൾ ഭഗവാന് മാത്രമേ പറ്റുകയുള്ളൂ എന്നുകൂടി ഇതിനകത്ത് അർത്ഥമാക്കുന്നുണ്ട്. അതുകൊണ്ടാണ് വിശ്വാമിത്ര മുനി ശ്രീരാമചന്ദ്രനെ കൊണ്ടുപോകുന്നത്. അതുപോലെയാണ് ഗോവർദ്ധന പർവ്വതം ഉയർത്തുന്നത്. ഭഗവാന് മാത്രമേ ഗോവർദ്ധന പർവ്വതം ഉയർത്താൻ പറ്റുകയുള്ളൂ. അപ്പം ഇന്ദ്രൻ മഴ പെയ്യിച്ചപ്പോൾ ആ ഗോവർദ്ധന പർവ്വതം ഉയർത്തി 7 ദിവസം ഇടത് കൈയിലെ കുഞ്ഞുവിരൽ കൊണ്ട് നിർത്തി ആ ബ്രജവാസികളെ എല്ലാം ആ ഗോവർദ്ധന മലയുടെ പർവ്വതത്തിന്റെ കീഴിൽ നിർത്തി
അവര് ആനന്ദ നൃത്തം ചവിട്ടി ആ 7 ദിവസം പോയത് അവർക്ക് അറിഞ്ഞില്ല. അപ്പൊ ഭഗവാന് മാത്രമേ അതിസാഹസികമായ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുകയുള്ളൂ. അങ്ങനെയുള്ള ഒരാളെ നമ്മൾ ശരണാഗതി പ്രാപിച്ചെങ്കിൽ മാത്രമേ നമുക്ക് രക്ഷ കിട്ടുകയുള്ളൂ. അപ്പൊ അതിനകത്ത് മറ്റൊന്നുകൂടി, ഭഗവാന് ഹരി എന്ന പേര് വന്നത് എന്തുകൊണ്ടാണ്? ഭഗവാന് ഹരി എന്ന് പേര് വരുന്നത് ഏത് സന്ദർഭത്തിലാണ് ഭഗവാന് ഹരി എന്ന പേര് വന്നത്? ഹരി എന്ന പേര് വരുന്നത് അമംഗളകരമായ സർവ്വതിനെയും പരാജയപ്പെടുത്തുക. മംഗളകരം അല്ലാതിരിക്കുന്ന ഏതിനെയും, അമംഗളകരമായ സർവ്വതിനെയും പരാജയപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ മംഗളകാരി ആക്കി തീർക്കുക എന്നർത്ഥം വരുന്ന ഹരി ഗജേന്ദ്ര മോക്ഷ സമയത്താണ്, ഗജേന്ദ്രനാണ് അഭിസംബോധന ചെയ്യുന്നത്. ഹരേ കൃഷ്ണ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ അങ്ങോട്ട് പറയുമ്പോഴത്തേന് ആ ഭക്തി നമ്മുടെ മനസ്സിൽ വരികയും കേട്ടിരിക്കുന്നവർക്കും ഭഗവാനെ അതേപോലെ മനസ്സിലേക്ക് ആവാഹിച്ചെടുക്കാൻ സാധിക്കുകയും ചെയ്യും. ഇത്രയും കാര്യം നമ്മുടെ ആ സംസാരം കൊണ്ടോ നമ്മുടെ അർത്ഥം സമർപ്പണം കൊണ്ടോ സംഭവിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ അത്രയും നേരം സംസാരിച്ചതിന് ഒരർത്ഥമുണ്ടായി. ഇല്ല, ഫിലോസഫികൾ മാത്രം സംസാരിച്ച് പോയി കഴിഞ്ഞാല് കടലിന് മുകളിൽ ചെറിയ ഓളം ഉണ്ടായതുപോലെ പോകും. ശ്രീരാമചന്ദ്രനെ ആരും ഓർമ്മിക്കത്തില്ല. രാമായണത്തിനൊരു പ്രസക്തി ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ, ശ്രീരാമചന്ദ്രനെ ഭക്തിയോട് ഓർമ്മിക്കണം എന്നുണ്ടെങ്കിൽ ഭക്തിപരമായ കാര്യങ്ങൾ തന്നെ നമ്മൾ ആ സമയത്തിനുള്ളിൽ പറഞ്ഞു കൊടുക്കണം. ഹരേ കൃഷ്ണ. എന്തെങ്കിലും പറയാനുണ്ടോ? സ്മിതമാതാജി നോക്കിയായിരുന്നോ? ത്രയംബകം നോക്കിയായിരുന്നോ? പ്രഭു ഞാൻ നോക്കി, പക്ഷെ എന്താ പറയാ, രണ്ടും നോക്കിയിട്ടില്ല. മറ്റേ ഇത് പിന്നക എന്ന് പറഞ്ഞത് ശിവധനുഷ് എന്നാണ് കാണിക്കുന്നത്. ഓക്കെ, അപ്പൊ രണ്ടിനും ഒരേ അർത്ഥം തന്നെയായിരിക്കും കൊടുത്തിരിക്കുന്നത്. അതെ, ആക്ച്വലി ഞാൻ വായിച്ചപ്പോ എനിക്ക് ഇതാണ് മനസ്സിലായത്. അതായത് പിനാകം എന്ന് പറഞ്ഞ ധനുഷ് ശിവൻ പരശുരാമന് ആക്സിന്റെ കൂടെ ഗിഫ്റ്റ് കൊടുത്തതാണ് പരശുരാമനായിട്ട്. അങ്ങനെ പരശുരാമൻ എല്ലാം കഴിഞ്ഞിട്ട്, അതായത് ക്ഷത്രിയരെ എല്ലാവരും നിഗ്രഹിച്ചതിന് ശേഷം ജനക മഹാരാജാവിന് കൊടുത്തതായിട്ടാണ് എന്റെ റെക്കോർഡ് ഇരിക്കുന്നത്. ജനക മഹാരാജാവിന് വില്ല് കൊടുക്കുന്നത് മഹാദേവര് നേരിട്ടാണ് കൊടുക്കുന്നത്, ഇല്ലേ സുമാജി? സുമാജി കേൾക്കുന്നുണ്ടോ? സുമാജി, ജനക മഹാരാജാവിന് വില്ല് കിട്ടുന്നത് മഹാദേവരിൽ നിന്ന് നേരിട്ടല്ലേ? അതെ, പരശുരാമൻ വഴിയല്ലല്ലോ. പരശുരാമൻ വഴി നേരിട്ടിട്ടാണ്. എന്തോ? പരശുരാമൻ വഴിയല്ല, നേരിട്ടിട്ടാണ്. നേരിട്ടാണ്. നമുക്ക് നോക്കാം. ഓക്കെ, അത് അടുത്ത ആഴ്ചത്തേക്ക് നോക്കി വെക്കാം. നോ പ്രോബ്ലം. ഓക്കെ, ഹരേ കൃഷ്ണ. ഇതിലെന്തെങ്കിലും സുമാജിക്ക് പറയാണ്? അപ്പം ഇന്നൊരു ദിവസത്തെ സംഭാഷണം സുമാജിക്ക് സംസാരിക്കാൻ പറ്റത്തില്ലേ? ഞാൻ ഏറ്റവും കൂടുതൽ പ്രൗഡ് ആകുന്നത് ഇതിന്റെ ഒരു മിനിറ്റ്. എന്താ